തമിഴ്നാട്ടിൽ വിജയ് അധികാരത്തിലെത്തുമ്പോൾ തിരുവനന്തപുരത്തും അതിൻ്റെ ആവേശത്തിൻ്റെ അലയൊലികൾ നമുക്ക് കാണാൻ സാധിക്കും. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ് തിരുവനന്തപുരം. അതുകൊണ്ട് തന്നെ TVKയുടെ പ്രവർത്തകരും അതേപോലെ തന്നെ ഫാൻസും ഒക്കെ വലിയ ആവേശത്തിലാണ് തിരുവനന്തപുരത്തുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീപത്മനാഭ തിയേറ്ററിൻ്റെ മുൻപിലാണ്. ഇവിടെയാണിപ്പോൾ ഈ ഫാൻസും അതേപോലെ തന്നെ TVK പ്രവർത്തകരടക്കം എത്തി ആവേശം പങ്കിടുന്നതെന്നുള്ളതാണ്. 2 വർഷത്തെ കേവല പാരമ്പര്യം മാത്രമുള്ള ഒരു പാർട്ടിയാണ് വലിയൊരു സംസ്ഥാനം പിടിച്ചടക്കിയിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഇപ്പം 2 വർഷം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും, പ്രായം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും വർഷങ്ങൾക്ക് മുന്നേ തന്നെ പുള്ളിയുടെ ഫാൻസ് അസോസിയേഷൻ മുഖേന തുടങ്ങിയാണ്. VMA മുഖേന തുടങ്ങി ഇപ്പം TVKയിലെത്തി. TVK മുഖേന തമിഴ്നാട് പിടിച്ചടക്കിയിരിക്കുകയാണ്. TVKയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? TVKയുടെ പ്രവർത്തനം നമ്മളിപ്പോൾ നിലവിൽ VMA ആണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇനി TVK എന്നുള്ളത് ഇവിടെ പ്രവർത്തിക്കാനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പം നമ്മളതനുസരിച്ച് ഇറങ്ങുന്നതാണ്. അങ്ങനെ ഈ പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ക്ഷണിക്കുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്തിരുന്നോ? തമിഴ്നാട്ടിൽ നിന്നുമല്ല, ഇപ്പം തമിഴ്നാട്ടിലുള്ള കാര്യം മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കി ഇനി കേരളത്തിലുള്ള കാര്യങ്ങൾ പ്രവർത്തകർ വരുവാണെന്നുണ്ടെങ്കിൽ എത്തിയാലും വലിയ ആവശ്യത്തോടെ ആളുകൾ വരും എന്നുള്ള പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. കാരണം പുള്ളിയെ ഇഷ്ടപ്പെടുന്നവരും പിന്നെ അല്ലാതെ തന്നെ ഇപ്പോൾ VMA മുഖേന ഒരുപാട് വെൽഫെയർ ചാരിറ്റി പ്രോഗ്രാമുകൾ ഓൾറെഡി കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിലും 69 വർഷത്തിന് ശേഷമാണ് തമിഴ്നാട് പോലൊരു സംസ്ഥാനത്ത് ഒരു ദ്രാവിഡ കക്ഷി അല്ലാത്തൊരു രാഷ്ട്രീയ കക്ഷി അധികാരത്തിലേക്ക് വരുന്നത്. ഇന്നിപ്പോൾ വിജയ് ഒരു അല്പസമയത്തിനകം തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങ് ഏറ്റെടുത്ത് മുഖ്യമന്ത്രി പദത്തിലേക്ക് കയറുകയാണ്. വളരെ സന്തോഷം. കാരണം ഇതിപ്പം ഇന്നും 2 വർഷമായിട്ട് പാർട്ടി തുടങ്ങിയെങ്കിലും ഈ പറഞ്ഞ പോലെ വർഷങ്ങളായിട്ട് തന്നെ നമ്മൾ പാർട്ടി അല്ലാതെ തന്നെ ഫാൻസ് മുഖേന പല വെൽഫെയർ ചെയ്ത് അദ്ദേഹത്തിനുള്ള ആരാധന കൊണ്ടാണ് ഇത്രയും എത്തിയത്. പക്ഷേ ഇപ്പം ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളെ തന്നെ എല്ലാവരും കളിയാക്കലും അദ്ദേഹം വന്ന് എന്ത് സീറ്റ് പിടിക്കാൻ പോകണം, ഇത്രയും വർഷമായിട്ടുള്ള പാർട്ടികളുള്ളപ്പോൾ എന്ത് ചെയ്യാൻ പോകണം, അങ്ങനെ പല രീതിയിൽ കളിയാക്കലും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ സമയം എല്ലാം ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്കറിയാം. അത് അങ്ങനെ തെളിയിച്ചു. അങ്ങനെ കളിയാക്കലും നേരിട്ട് കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? കുറേ കേട്ടിട്ടുണ്ട്. അതിന് മറുപടിയാണ് ഈ ഒരു വിജയം. ഇതിൽ നമ്മൾ അർഹത കൊള്ളുന്നുണ്ട്. അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ചെറിയൊരു സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ പറ്റുമോ, ഗവർണറെ കാണുന്നു, അങ്ങനെ വലിയ പ്രൊസീജിയറിൽ കൂടെ കടന്നു പോയായിരുന്നു. ഏറ്റവും അവസാനമാണ് ഇപ്പോൾ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്കുന്നത്. എന്തായാലും അവസാന നിമിഷം നല്ലൊരു റിസൾട്ടാണ് നമ്മൾ നേടിയെടുത്തത്. അതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഒരു ആരാധനയായിട്ട് നല്ല സന്തോഷമേ ഉള്ളൂ. ഒരു ആരാധകൻ എന്നുള്ള നിലയിലെ ഒരു മുദ്രാവാക്യം ഇപ്പോൾ വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊരു ഒരു സീനോ ഓർക്കുമ്പോൾ ഏതായിരിക്കും പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? ഒരുപാട് സീനുകളുണ്ട്. നമുക്കിപ്പം പുള്ളിയുടെ സിനിമയ്ക്ക് പോയിട്ടും തിയേറ്ററിൽ പണ്ട് മുതലേ നിന്നിട്ട് ഓരോ സീനുകൾ കാണിക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുള്ളിയുടെ സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് പുള്ളിയുടെ ഇൻട്രോ കാണുമ്പോഴത്തേക്ക് നമുക്ക് കാണുന്ന ആ ഒരു രോമാഞ്ചം തന്നെയാണ് പുള്ളി തമിഴ്നാട്ടിൽ അധികാരത്തിൽ കയറിയപ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന അതേ ഒരു ഫീലിംഗ്. TVKയുടെ ഒരു മുദ്രാവാക്യം വിളിക്കാൻ പറഞ്ഞാൽ തളപതിക്ക് വേണ്ടി നമ്മളിപ്പോൾ തളപതിക്ക് വേണ്ടി മാത്രമാണ് മുദ്രാവാക്യം അല്ലേ? ഒരുമിച്ച് വിളിക്കാം. തളപതി വിജയ്ക്ക്, തളപതി വിജയ്ക്ക്, തളപതി വിജയ്ക്ക്. തമിഴ്നാട്ടിൽ വിജയ് അധികാരത്തിലെത്തുമ്പോൾ തിരുവനന്തപുരത്തും ആ ആവേശമുണ്ട്. ആ ആവേശത്തോടു കൂടി തന്നെ TVKയും നിലവിൽ ഇവിടെ പ്രവർത്തിക്കും എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ TVKയും ശക്തമായ അധികാരത്തിലേക്ക് ഏൽക്കുന്ന തരത്തിൽ തിരുവനന്തപുരത്തും പ്രവർത്തനം ഉണ്ടാകുമെന്ന് കൂടി ഫാൻസ് അസോസിയേഷൻ പറഞ്ഞു വെക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.